സർ, ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ, അതായത് 30 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്താണോ പൊതു പദവി ഉണ്ടായിരുന്നത് അതിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന ഒരു ബില്ല് അത് അമിത് ഷാ അവതരിപ്പിച്ചു. പക്ഷേ ഒന്നടങ്കം പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഇതിനെ നഖശിഖാന്തം എതിർക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇത്തരത്തിലൊരു ബില്ല് വരുന്നത് സത്യത്തിൽ ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് നല്ല രീതിയിലല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇതിൽ പ്രധാനമന്ത്രി ആയാലും ഇത്തരത്തിലൊരു കാര്യത്തിന് അകത്താവുകയാണെങ്കിൽ 30 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറുമായിട്ട് ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ സംസാരിച്ച പറഞ്ഞ ഇതിന് രണ്ടുണ്ട്, ഒരു കാര്യത്തിൽ 2 വീക്ഷണകോണുകളുണ്ട് എന്ന് പറയുന്നു. ഇത് സത്യത്തിൽ എന്തിനാണ് ഇത്തരത്തിൽ എതിർക്കുന്നത്? ഇത് എതിർക്കുന്നതിൽ വല്ല കാര്യമുള്ള കാര്യമാണോ, അതോ തെറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്തപ്പാട് നമ്മുടെ നാട്ടിലുള്ള ഏത് പാർട്ടിയുമായിക്കോട്ടെ, ഭരണപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ, കൂട്ടർക്കൊക്കെ ഉണ്ടോ? തെറ്റിലൂടെ മാത്രമേ ഒരു പാർട്ടിക്ക് കടന്നു പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു ചിന്തപ്പാട് ഉള്ളത് കൊണ്ടാണോ? ഇത് ഏത് വിഷയത്തെയും നമ്മൾ കാണുന്നത് ആ വിഷയം കൈകാര്യം ചെയ്യുന്ന സംവിധാനമോ വ്യക്തിയോ ആരായിക്കോട്ടെ അവരുടെ പിൻകാല സ്വഭാവത്തെ കൂടി കൂട്ടി വെച്ചുകൊണ്ടായിരിക്കും നമ്മളൊരു വിഷയത്തെ സമീപിക്കുന്നത്. കാരണം ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു ചിന്ത, ഈ രാജ്യത്തെ ഈ ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കേണ്ട അല്ലെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ തന്നെ ഈ കോടതി, അതല്ലെങ്കിൽ ഭരണഘടനാനുസൃതമായിട്ടുള്ള സ്ഥാപനങ്ങൾ മുഴുവൻ ഈ പറയുന്ന ഭരണ സംവിധാനം അതിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിനെ ഒരു തെറ്റായ ദിശയിലാണ് പോകുന്നത് എന്നുള്ള ചിന്ത പൊതുസമൂഹത്തിൻ്റെ ഉള്ളിൽ വളർന്നു വന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൻ്റെ ഉള്ളിൽ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാർട്ടി ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ, ആ പാർട്ടിയുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ആ പാർട്ടിയുടെ വിശ്വാസ്യത ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതിന് ഒരു പ്രധാനപ്പെട്ടൊരു ഉദാഹരണം ഞാൻ ആയിട്ട് കാണുന്നത്, ഇപ്പോൾ നേരത്തെ ഈ മുസ്ലിം നിയമത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ലിഖിതമായി ഉണ്ടായിരുന്ന ഒരു നിയമമാണ് പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സ്. ആ 18 വയസ്സിൽ താഴെ വിവാഹം നടത്താൻ പാടില്ല എന്നുള്ളത് ലിഖിതമായ ഒരു നിയമം. ആ നിയമം അനുസരിച്ച് തന്നെ കേരളത്തിൽ 17 വയസ്സിലും 17.5 വയസ്സിലും വിവാഹം നടത്തിയിട്ടുള്ള ഉഭയകക്ഷി സമ്മർദ്ദപ്രകാരം നടത്തിയിട്ടുള്ള വിവാഹങ്ങളെപ്പോലും പോസ്കോ കേസെടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളത്. പക്ഷേ 3 ദിവസം മുമ്പ് ഇപ്പോൾ കോടതിയിൽ വന്ന പുതിയ തീരുമാനം അനുസരിച്ച് ഋതുമതിയാകുന്ന അല്ലെങ്കിൽ 15 വയസ്സ് പൂർത്തിയായ മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാം എന്ന് സുപ്രീം കോടതിയുടെ ഡിസിഷൻ വരുന്നു. അപ്പോൾ ഭരണം നടത്തുന്ന ആളുകൾ സതുദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അത് വേറൊരു തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ സംഗതി, ഭരണം നടത്തുന്ന ആളുകൾക്ക് വേറൊരു ചിന്ത എന്തുകൊണ്ട് വന്നുകൂടാ? എനിക്ക് ശേഷം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശേഷം വേറൊരു പ്രധാനമന്ത്രി വേണ്ട, അങ്ങനെ സാധ്യതയുള്ളവനെ 30 ദിവസം പിടിച്ച് ജയിലിലിട്ടാൽ പിന്നെ അവനാകില്ലല്ലോ എന്ന് തീരുമാനിച്ചുകൂടെ? അത്രമാത്രം മിസ്റ്റർ ക്ലീൻ ആണെന്ന് പറയാനുള്ള ഒരു ചരിത്രം ഭരണം നടത്തുന്ന ആളുകൾക്കുണ്ടാവണമെന്ന് നിർബന്ധമില്ലല്ലോ. അങ്ങനെ ചരിത്രം പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മറുവശം എന്ന് പറയുന്നത്, എതിർപക്ഷത്തുള്ള പ്രതിപക്ഷത്തുള്ള ആളുകളെ ബോധപൂർവം ജയിലിൽ അടച്ചുകൊണ്ട് ഈ പറയുന്ന അവരുടെ അവസരങ്ങൾ, ജനാധിപത്യത്തിൽ ലഭിക്കേണ്ട അവസരങ്ങൾ നിഷേധിക്കപ്പെടും. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഈ പറയുന്ന രാജ്യസുരക്ഷാ നിയമം എന്ന പേരിൽ പാർക്കിൻസൺ രോഗം ബാധിച്ചു വരെ കിടന്ന നമ്മുടെ ഈ വൈദികൻ, അദ്ദേഹത്തെ ജയിലിൽ സ്റ്റാൻ സ്വാമിയെ 2 വർഷത്തിലേറെ ജയിലിലിട്ട പാരമ്പര്യം ഈ സർക്കാരിനുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനെ 3.5 വർഷത്തിന് മുകളിൽ ജയിലിലിട്ട സാഹചര്യമുണ്ട്. അവസാനം ഒന്നുമല്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടുന്നു. അപ്പോൾ വ്യാജ കേസുകൾ സൃഷ്ടിക്കപ്പെടുകയും വ്യാജമായി ആളുകളുടെ പേരിൽ
ഈ സൃഷ്ടിക്കപ്പെടാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തിയ ഒരു സർക്കാർ. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു വേറൊരു കണക്കും കൂടി വന്നു. ഇന്ത്യയിൽ ആകമാനം ED എടുക്കപ്പെട്ട കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട കേസ് 3 4 ഉള്ളൂ. ബാക്കി ആളുകളെ എല്ലാം കുറ്റവാളികളാക്കി ജയിലിലടയ്ക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ചെറിയ ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ ഒരാളെ കുറ്റവാളിയാക്കിയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു സ്ത്രീ മയക്കുമരുന്ന് ചാലക്കുടിയിൽ ആ ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടിരുന്ന ഷീല സണ്ണി അവരുടെ വണ്ടിയുടെ ഉള്ളിൽ സ്റ്റാമ്പ് വെച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസ് സൃഷ്ടിക്കപ്പെടുന്നു. 90 ദിവസം അവർ ജയിലിൽ കിടന്നു. അവസാനമാണ് തിരിച്ചറിയുന്നത് അവർ നിരപരാധിയാണ്. അപ്പോൾ നിരപരാധിയായ ആളുകൾക്ക് നേരെ കരിനിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യാജ കേസുകൾ സൃഷ്ടിച്ചുകൊണ്ട് അവരെ അകത്തിടാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കരിനിയമമായി മാറുമോ എന്നുള്ള സംശയം സ്വാഭാവികമാണ്. തർക്കമില്ല അതിനകത്ത്. കാരണം ഭരണപക്ഷത്തിന് അത് പറയാനായിട്ടുള്ള ക്രെഡിബിലിറ്റി ഇല്ല. ആ ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഗവൺമെൻറ്റാണ് അത് ചെയ്യണമെങ്കിൽ അതിന് ന്യായമുണ്ടാകും. സർ, രണ്ട് ഭാഗത്തും, അതായത് ഭരണപക്ഷമായിക്കോട്ടെ, ഒരിക്കലും അവർ പ്രതിപക്ഷത്തിരുന്നതാണല്ലോ. അപ്പോൾ ഇത് ഒരു മാറ്റം, അതായത് ഈ രണ്ടു പേർക്കും കുറ്റങ്ങളുണ്ടാകാം. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു മാറ്റം രാജ്യത്ത് ഒരു മാറ്റം വരേണ്ടതല്ലേ? അല്ലാതെ എന്നും നമുക്ക് ഒരു അഴിമതിയുടെ കൂത്തരങ്ങ് പോലെ എന്ന് സ്ഥിരം ക്ലീശയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ ഇതൊക്കെ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു മാറ്റം വരാൻ ശ്രമിക്കുന്നത് ഒരു തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഏത് മാറ്റങ്ങളെയും 100% സ്വാഗതം ചെയ്യേണ്ടതാണെന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷേ ആ മാറ്റങ്ങൾ ജനങ്ങളാൽ അംഗീകരിക്കപ്പെടണം. അതിനടുത്ത കാലത്തുണ്ടായ ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. 2 സിസ്റ്റേഴ്സിന് നോർത്ത് ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിലൊരു സിസ്റ്റർ നമ്മുടെ നാട്ടുകാരത്തിയാണ്, 2 സിസ്റ്റർമാരും. അതിലൊന്ന് എൻ്റെ അയൽവക്കക്കാരത്തിയാണ്. ആ വിഷയത്തിൽ പോലും സംഭവിച്ചത് എന്താ? ഒരാഴ്ചയിലേറെ അവർ ജയിലിലടയ്ക്കപ്പെട്ടു. വലിയ പ്രക്ഷോഭങ്ങളുടെയും ഇടപെടലുകളുടെയും ഭാഗമായി എങ്ങനെയോ അവർ BJP ഇടപെട്ടല്ലോ. അല്ല, BJPക്ക് അതിനകത്ത് കാര്യമൊന്നുമില്ല. അതിനകത്ത് ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPക്ക് അതിനകത്ത് അത് BJP ഇടപെട്ടു എന്ന് പറഞ്ഞാൽ തന്നെ അത് ഭരണഘടനാ ലംഘനമാണ്. കാരണം കോടതി ജാമ്യം കൊടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് BJPയോ കോൺഗ്രസോ ആരുമല്ല. അത് കോടതിയുടെ നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അതിനകത്ത് ക്രെഡിറ്റ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെയാണ്. കാരണം അത് ക്രെഡിറ്റ് ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സിസ്റ്ററുടെ, ഇളവൂരിൽ നിന്നുള്ള സിസ്റ്ററുടെ കുടുംബം എന്ന് പറയുന്ന തികഞ്ഞ കോൺഗ്രസ് കുടുംബമാണ്. ആ കോൺഗ്രസ് കുടുംബത്തിലെ അംഗമായിട്ടുള്ള ഒരാൾ സൊസൈറ്റിയുടെ ബോർഡ് മെമ്പറാണ് കോൺഗ്രസിൻ്റെ. അതിനകത്ത് ഒരു സഹോദരൻ്റെ ഭാര്യ ഈ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് കോൺഗ്രസിൻ്റെ. ആ റിലീസ് ചെയ്ത അന്ന് നമ്മൾ ഈ രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളിലും കാണിച്ചത് എന്താ? അങ്കമാലി MLA റോജി M. ജോൺ എൻ്റെ സഹോദരനാണ്, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇത്രയും ദിവസം 7 ദിവസം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട ഏക മനുഷ്യൻ, അല്ലെങ്കിൽ ജാമ്യം കിട്ടിയത് റോജി M. ജോൺ എന്ന് പറയുന്ന MLA മൂലമാണെന്നാണ് അന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവിടെ നമ്മളിതെല്ലാവരും കണ്ടതാണ്. പക്ഷേ ആ കരയുന്നതിൻ്റെ ഒപ്പം തന്നെ വേറൊരു കാര്യം ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടൊന്ന്. അവിടെ നിന്ന് 2 പാർലമെൻറ്റ് MP-മാരും 35 കോൺഗ്രസ് MLA-മാരും ഒരു PCC അവിടെയുണ്ട്. ഒരാൾ പോലും കോൺഗ്രസിൻ്റെ ആ വിഷയത്തിൽ അവിടെ ഇടപെട്ടിട്ടില്ല. യാഥാർത്ഥ്യമാണത്. ഒരൊറ്റൊരാൾ പോലും അവിടെ ഇടപെട്ടില്ല. ഇതിന് ശേഷം ജാമ്യം കിട്ടി. ജാമ്യത്തിൻ്റെ ക്രെഡിറ്റ് ആര് വേണമെങ്കിലും അവകാശപ്പെടട്ടെ. ജാമ്യം കിട്ടിയ ശേഷം ഈ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ബോർഡ് മെമ്പറായിട്ടുള്ള സഹോദരൻ ഈ 2 സഹോദരിമാരെയും കൂട്ടി ഈ BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ പോയി നന്ദി പറയുന്നു. എന്ത് രാഷ്ട്രീയം? എന്ത് സത്യസന്ധതയുണ്ട് ഇതിനകത്ത്? അപ്പോൾ വിഷയങ്ങളെ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നതിൽ സത്യസന്ധത എന്ന് പറയുന്നത് ഇല്ല. ഇപ്പോൾ ഇവിടെ നിന്ന് പോയ BJPയുടെ സെക്രട്ടറി അതേ വിഷയത്തിൽ തന്നെ അവിടെ നിന്ന് പറഞ്ഞ അഭിപ്രായം എന്താ? അമിത്ഷാ ഇടപെട്ടു, അതുകൊണ്ട് ജാമ്യം കിട്ടും. അമിത്ഷാ അല്ലല്ലോ കോടതിയുടെ ഇതിലാണ് പോകേണ്ടത്. അപ്പോൾ അത് സൃഷ്ടിക്കപ്പെടുന്നത് എന്താ? നീതിന്യായ വ്യവസ്ഥയിൽ അമിത്ഷാ ഇടപെടുന്നു.
അതേ അമിത്ഷാ വേറൊരു നിയമം ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാൻ സ്വാമിയുടെയും ഈ പറയുന്ന മാധ്യമപ്രവർത്തകർ ഒട്ടേറെ ആളുകൾ, ഒരു തെറ്റും ചെയ്യാത്ത ആളുകൾ വർഷങ്ങളോളം ജയിലിൽ കിടന്ന് ഒരു തെറ്റായ സന്ദേശം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം 30 ദിവസത്തേക്ക് ഈ നിയമം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും സംശയത്തിൻ്റെ നിഴലിലേക്ക് വരും എന്നുള്ളതിൽ തർക്കമില്ല. അതുകൊണ്ടാണ് എതിർക്കപ്പെടുന്നത്. നിയമങ്ങൾ, സംശുദ്ധമായ നിയമങ്ങൾ വരുന്നതിന് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പോൾ ഏക സിവിൽ കോഡ് നല്ല രീതിയിലാണെങ്കിൽ നല്ലതാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും നേരത്തെ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൻ്റെ ഈ വ്യവസായം വരുമ്പോൾ യൂസഫ് അലിക്ക് ഒരു നിയമം, ഈ പറയുന്ന പാവപ്പെട്ടവന് വേറൊരു നിയമം. ഒരു രാജ്യത്ത് ഒരേ രാജ്യത്തെ പൗരന്മാർക്ക് ഒരേ വിഷയത്തിൽ 2 അല്ലെങ്കിൽ 3 നിയമം വരുന്ന സാഹചര്യം ഈ രാജ്യത്തുണ്ടാവരുത്. അതാണ് ആദ്യം തിരുത്തപ്പെടേണ്ടത്. നിയമം അല്ലെങ്കിൽ നീതി എന്ന് പറയുന്നത് തുല്യതയുടെ. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഭൂരിപക്ഷം നിയമങ്ങളിലും നമുക്ക് വൈകി ലഭിക്കുന്ന നീതി ആണ്. വൈകി ലഭിക്കുന്ന നീതി നരകത്തിന് തുല്യ. നീതി ലഭിക്കേണ്ട സമയത്തിനാണ് ലഭിക്കേണ്ടത്, വൈകി ലഭിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ഞാൻ ഈ സ്റ്റാൻ സ്വാമിയുടെയും മറ്റ് ഇതൊക്കെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.